അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് പൊതുവിജ്ഞാനമാണ്. മണ്ഡുക ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന വേദം. ഓപ്ഷൻ ബി ഋഗ്വേദം. മണ്ഡുക ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന വേദം ഋഗ്വേദം. മത്സരം ആരംഭിക്കുന്നത് മനുഷ്യരുടെ മനസ്സിലാണ്. ഇത് ഏത് വേദത്തിലെ വാക്യമാണ്? ഓപ്ഷൻ സി അഥർവവേദം. മത്സരം ആരംഭിക്കുന്നത് മനുഷ്യരുടെ മനസ്സിലാണ്. ഇത് ഏത് വേദത്തിലെ വാക്യമാണ്? അഥർവവേദം. മഡോണ എന്ന വിഖ്യാതമായ പെയിന്റിംഗ് ആരുടേതാണ്? ഓപ്ഷൻ ഡി റാഫേൽ. മഡോണ എന്ന വിഖ്യാതമായ പെയിന്റിംഗ് ആരുടേതാണ്? റാഫേൽ. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ ഡി ശകുന്തള ദേവി. ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ശകുന്തള ദേവി. ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് ഏത്? ഓപ്ഷൻ സി ജലഗതാഗതം. ഗതാഗത മാർഗങ്ങളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞത് ജലഗതാഗതം. എയ്ഡ്സ് ദിനം. ഓപ്ഷൻ എ ഡിസംബർ 1. എയ്ഡ്സ് ദിനം ഡിസംബർ 1. ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ വേദം. ഓപ്ഷൻ എ ഋഗ്വേദം. ജാതി വ്യവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആദ്യ വേദം ഋഗ്വേദം. ടെൻസിംഗും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയത് എന്നാണ്? ഓപ്ഷൻ ഡി 1953 മെയ് 29. ടെൻസിംഗും ഹിലാരിയും എവറസ്റ്റ് കീഴടക്കിയത് 1953 മെയ് 29. താഴെ പറയുന്നവയിൽ ഏതാണ് പ്രകൃതി സംരക്ഷണ സംഘടന? ഓപ്ഷൻ ബി IUCN. താഴെ പറയുന്നവയിൽ പ്രകൃതി സംരക്ഷണ സംഘടന IUCN. ഓപ്ഷൻ ബി. ത്രിപീഠിക ഏത് മതത്തിലെ പുണ്യഗ്രന്ഥമാണ്? ഓപ്ഷൻ എ ബുദ്ധമതം. ത്രിപീഠിക ഏത് മതത്തിലെ പുണ്യഗ്രന്ഥമാണ്? ബുദ്ധമതം. ജൂതരുടെ മതഗ്രന്ഥം. ഓപ്ഷൻ സി ടോറ. ജൂതരുടെ മതഗ്രന്ഥം ടോറ. പകർച്ചവ്യാധി മുന്നറിയിപ്പിനായി ഉപയോഗപ്പെടുത്തുന്ന കൃത്രിമ ഉപഗ്രഹം. ഓപ്ഷൻ ബി ലാൻഡ്സാറ്റ് 7. പകർച്ചവ്യാധി മുന്നറിയിപ്പിനായി ഉപയോഗപ്പെടുത്തുന്ന കൃത്രിമ ഉപഗ്രഹം ലാൻഡ്സാറ്റ് 7. പൂജ്യം, നെഗറ്റീവ് സംഖ്യകൾ എന്നിവയുടെ ഉപജ്ഞാതാക്കൾ ഏത് രാജ്യക്കാരാണ്? ഓപ്ഷൻ സി ഇന്ത്യ. പൂജ്യം, നെഗറ്റീവ് സംഖ്യകൾ എന്നിവയുടെ ഉപജ്ഞാതാക്കൾ ഇന്ത്യ. പ്രസിദ്ധമായ ഗായത്രി മന്ത്രം അടങ്ങിയിരിക്കുന്ന വേദം. ഓപ്ഷൻ സി ഋഗ്വേദം. പ്രസിദ്ധമായ ഗായത്രി മന്ത്രം അടങ്ങിയിരിക്കുന്ന വേദം ഋഗ്വേദം. മദർ തെരേസയുടെ ജന്മദേശം. ഓപ്ഷൻ സി യുഗ്ലോസ്ലോവിയ. മദർ തെരേസയുടെ ജന്മദേശം യുഗ്ലോസ്ലോവിയ. മലാല ദിനമായി ആചരിക്കുന്നതെന്ന്? ഓപ്ഷൻ സി ജൂലൈ 12. മലാല ദിനമായി ആചരിക്കുന്നത് ജൂലൈ 12.
മെയിൻ കാഫ് എന്നത് ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി അഡോൾഫ് ഹിറ്റ്ലർ. മെയിൻ കാഫ് എന്നത് അഡോൾഫ് ഹിറ്റ്ലറുടെ ആത്മകഥയാണ്. രാമായണം മലയാളത്തിൽ രചിച്ചത്? ഓപ്ഷൻ എ തുഞ്ചത്തെഴുത്തച്ഛൻ. രാമായണം മലയാളത്തിൽ രചിച്ചത് തുഞ്ചത്തെഴുത്തച്ഛൻ. ലോകത്തിലെ ഏറ്റവും പുരാതനമായ സാഹിത്യ ഗ്രന്ഥം? ഓപ്ഷൻ ബി ഋഗ്വേദം. ലോകത്തിലെ ഏറ്റവും പുരാതനമായ സാഹിത്യ ഗ്രന്ഥം ഋഗ്വേദം. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം? ഓപ്ഷൻ ഡി ഓറഞ്ച്. വിമാനത്തിൽ ഉപയോഗിക്കുന്ന ബ്ലാക്ക് ബോക്സിന്റെ നിറം ഓറഞ്ച്. നാളത്തെ ടോപ്പിക് മലയാളമായിരിക്കും. മലയാളവുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും നാളത്തെ മോക്ക് ടെസ്റ്റിൽ. നിങ്ങൾ ഇതുപോലെ ഒരു ഷീറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. എവിടെയെങ്കിലും ഒരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു എക്സലോ ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് ഓരോ ആഴ്ചയും ഓരോ ടോപ്പിക്കായി കിട്ടുന്ന സ്കോർ ഇങ്ങനെ എഴുതി വെക്കുക. സോ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റിലാണ് നിങ്ങൾ കൂടുതൽ ഇമ്പ്രൂവ് ആകേണ്ടതെന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സോ എല്ലാ ആഴ്ചയും എക്സാമിന് ശേഷം ഈ ഒരു സ്കോർ ഒരു ബുക്കിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.